പൊതുജനം കഴുതിയല്ല സർ എന്ന ഇന്നത്തെ ഈ പരിപാടിയിലെ അധ്യായം ആരംഭിക്കുകയാണ്. പഞ്ചാരക്കൊല്ലിയിലാണ് നമ്മൾ പ്രധാനമായിട്ടും പഞ്ചാരക്കൊല്ലിയിലെ വാർത്തയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ വീണ്ടും നരഭോജി കടുവ ഒരു ജീവൻ എടുത്തിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8 പേരാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മന്ത്രിയെ തടയുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത്. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടുവയെ പിടികൂടാൻ സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതിന്റെ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. രാധയുടെ കുടുംബങ്ങളെ മന്ത്രി ഒ ആർ കേളു സന്ദർശിച്ചു. രാധ അവിടുത്തെ വനം വകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ, വാച്ചറായി ജോലി ചെയ്യുന്ന ആളുടെ ഭാര്യയാണ്. രാധ രാവിലെ കാപ്പിക്കുരു പറിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഈ മേഖലയിൽ കടുവയുടെ ഭീഷണി അല്ലെങ്കിൽ വന്യജീവികളുടെ ഭീഷണിയുണ്ട് എന്ന ഒരു പരാതി നിരന്തരം നാട്ടുകാർക്കുണ്ടായിരുന്നതാണ്. ഇപ്പോൾ പൂർണ്ണമായും ആശങ്കയിലേക്ക് ആ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മന്ത്രി ഒ ആർ കേളു പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ കൂട് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ കൂട്ടിൽ കൂടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം അത് രണ്ടാമതും ആ വഴിക്ക് സഞ്ചരിച്ചിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിൽ അത് അകപ്പെടുമെന്നുള്ളത് പ്രതീക്ഷ. ഏതായാലും അത് നേരം വിളിക്കുന്നവരെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. RRT ടീമും അതിൻ്റെ കൂടെ തന്നെ നാളെ നേരം വിളിക്കുന്നവരെ അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൊരു ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കുടുംബത്തിനുള്ള ആദ്യ കൂടി കോമ്പൻസേഷൻ നമ്മളിപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരു 5 ലക്ഷം നമ്മൾ കൊടുക്കും. എന്നിട്ട് ഞങ്ങളോട്ട് പോകുന്നത് അവരുടെ വീട്ടിലേക്ക്. അവിടെ താമസിക്കുന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. ഏത് നിമിഷവും കാട്ടാനയെ കാണാം, അതല്ലെങ്കിൽ ഒരു കടുവയെ കാണാം എന്ന നിലയിലേക്ക് അവിടുത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിലെ ആശങ്ക അതൊരു പ്രതിഷേധമായി നാട്ടുകാർക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് മന്ത്രിയെ തന്നെ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണുക, നാട്ടുകാരെ അവരുടെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക, അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കുക, ഇതൊക്കെയാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. ഈ പലരും ഇപ്പോൾ അവിടെ മാത്രമല്ല പ്രതിഷേധം ഉണ്ടാകുന്നത്, ഈ വാർത്ത അറിഞ്ഞ് കേരളത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ പ്രതിഷേധം, അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. 24 ഈ വാർത്ത കൊടുക്കുമ്പോൾ യൂട്യൂബിൽ അവരുടെ കമന്റുകൾ, നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അബ്രഹാം തോമസ് പറയുന്നത്, മനുഷ്യജീവനേക്കാൾ വില വന്യജീവികൾക്കാണോ എന്ന് ചോദിക്കുന്നു. ഷഫീർ മണ്ണാർക്കാട് ടസ്കർ പറയുന്നു, കണ്ടാമൃഗത്തിന്റെ തൊലിയുള്ള ആൾക്കാരല്ലേ നിങ്ങളും കാട് കയറണം എന്ന് ആക്ഷേപത്തിൽ പറയുന്നു. വയനാടിൻ്റെ പേര് മാറ്റി വന്യജീവികളുടെ നാടെന്നാക്കണം എന്ന് എബ്രഹാം തോമസ് എഴുതിയിരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രതിഷേധവും നിർദ്ദേശങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും കടുവയ്ക്കായി വേണ്ടിയുള്ള നിരീക്ഷണം ഈ പഞ്ചാരക്കൊല്ലിയിൽ തുടരുമെന്നാണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. ഇന്ന് രാത്രിയും അവിടെ നിരീക്ഷണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ്. മേഘശ്രീയുടെ വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാവിലെ മുതൽ സ്ഥലത്തിലുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസ്, എല്ലാവരും നല്ല ഇടപെടൽ രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു മാവോയിസ്റ്റ് റിവ്യൂവിൻ്റെ മീറ്റിങ്ങിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ ഓൾസോ റിട്ടേൺഡ് ബാക്ക്. അപ്പോൾ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇടപെട്ടിട്ട് കാര്യങ്ങളും തീർപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളും നമ്മൾ വാട്ട് എവർ വി ഹാവ് കമ്മിറ്റഡ് നമുക്കത് ഓണർ ചെയ്യും. നിലവിൽ ഇപ്പോൾ എന്താണ് പഞ്ചാരക്കൊല്ലിയിലെ സാഹചര്യം? വനം വകുപ്പ് കൂടുവെച്ച് കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഊർജിതമായ ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചവർ പരിഭ്രാന്തിയിലാണ്. ഈ ഘട്ടത്തിൽ വനം വകുപ്പ് കടുവയെ പിടികൂടാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്ര കണ്ട് വിജയത്തിലെത്തും എന്നത് ആകാംക്ഷയോടുകൂടി നാട്ടുകാരൊക്കെ കാത്തു നിൽക്കുകയാണ്. സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി വയനാട്ടിൽ നിന്ന്, പഞ്ചാരക്കൊല്ലിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, നാട്ടുകാരെ സംബന്ധിച്ച് പരിഭ്രാന്തി വളരെയധികം കൂടിയിരിക്കുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊരു നരഭോജി കടുവയാണ് എന്ന സംശയം നിലനിൽക്കുന്നുണ്ടല്ലോ. ആ കടുവയെ പിടിക്കാൻ വേണ്ടി വനം വകുപ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കർണാടക വനമേഖലയിൽ നിന്നാണ് ഈ കടുവ വന്നിട്ടുള്ളൊരു സംശയമുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ബൈരക്കൊല്ലി എന്ന് പറയുന്ന ബൈരക്കുപ്പ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തിനടുത്ത് ബാവലിക്കപ്പുറത്തുള്ള പ്രദേശമാണിത്. ആ മേഖല കേന്ദ്രീകരിച്ച്
ഒരു കാട്ടിൽ ഒരു സ്ത്രീയെ കാണാതായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള തരത്തിൽ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു സ്ഥിരീകരണമില്ല. വനം വകുപ്പും അത് സ്ഥിരീകരിക്കുന്നില്ല. അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തെരച്ചിൽ നടത്തുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ ആ കടുവയാണോ ഈ കടുവ എന്നൊക്കെ അത് പിന്നീട് തെളിയേണ്ടതാണ്. എന്തായാലും ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയാൽ മാത്രമേ ദൃശ്യം കുടുങ്ങിയാൽ മാത്രമേ ഈ കടുവ ഏത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഇത് വയനാടിന്റെ ഭാഗമായ കേരളത്തിന്റെ ഡാറ്റാബേസിലുള്ള കടുവയാണോ അതോ അമരക്കുനിയിലേതുപോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ഡാറ്റാബേസിലെ കടുവയാണോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അത് ക്യാമറ ട്രാപ്പിൽ കുടുങ്ങേണ്ട ഒരു സ്ഥിതിയുണ്ട്. അത് കുടുങ്ങാത്ത പക്ഷം നമുക്ക് ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും വനംവകുപ്പിന് നടത്താൻ വേണ്ടി കഴിയുകയില്ല. രാത്രി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സന്നാഹത്തോടു കൂടിയുള്ള തെരച്ചിൽ തന്നെയാണ് വനംവകുപ്പ് നടത്തുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അതിനെ ഒന്നുകിൽ ജീവനോടെ പിടികൂടുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള അത്തരത്തിലുള്ള ഉത്തരവാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും മുന്നിൽ കിട്ടിയാൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിലുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പിന് കടക്കേണ്ടി വരും. വെറ്റിനറി ഓഫീസർമാരുടെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ മേഖലയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് നോർത്ത് ഡിവിഷനിലാണ് ഈ പ്രദേശമുള്ളത്. ഈ സംഭവം നടന്ന പ്രദേശം നോർത്ത് ഡിവിഷനിലാണ്. സൗത്ത് ഡിവിഷനിൽ ഉൾപ്പെട്ട പല മേഖലകളും ചെതലയം, പുൽപ്പള്ളി അടക്കമുള്ള റേഞ്ചുകളിൽ നിന്ന് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. RRT സംഘം ഈ വനമേഖല കേന്ദ്രീകരിച്ച് തെരച്ചിലും നടത്തുന്നുണ്ട്. കാരണം രണ്ടാം തവണയും കടുവയെ കണ്ടു എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു നടപടി തുടരുകയാണ്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളതാണ്. കാരണം ഏറ്റവും അധികം വലിയ രീതിയിൽ ഇവിടെ സസ്യ സമ്പത്തുള്ള ഒരു വനമേഖലയാണ്. സ്വാഭാവികമായും കൂറ്റൻ മരങ്ങളെല്ലാം തന്നെ വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തേയിലക്കാടുകളാണ്, ഒപ്പം കാപ്പിത്തോട്ടങ്ങളുണ്ട്. അതിനകത്ത് കടുവ മറഞ്ഞിരുന്നാൽ എന്തായാലും കടുവയെ കണ്ടെത്തുക എന്നുള്ളത് വനംവകുപ്പിന് മുമ്പിൽ വലിയ വെല്ലുവിളിയാണ്. കൂടിനകത്ത് ഒരു ആടിനെ വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ കൂട്ടിലേക്ക് വന്നു വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. നമുക്ക് മറ്റു ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. കാരണം ഈ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പഞ്ചാരക്കൊല്ലി സ്വദേശി രാധ വനംവകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ്. രാധ രാവിലെ ഈ മാനന്തവാടി ടൗണിനടുത്തുള്ള പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം അവിടെ കാപ്പിക്കുരു പറിക്കുകയായിരുന്നു രാധ. അവിടെയാണ് പതിയിരുന്ന കടുവ ആക്രമിച്ചത്. കഴുത്തിൽ ആണ് കടുവ ആക്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 100 മീറ്ററോളം രാധയെ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി. തലയുടെ പിൻഭാഗം കടുവ ഭക്ഷിച്ച നിലയിലാണ് എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. സുർജിത്ത്, അതായത് പതിയിരുന്ന് ആക്രമിക്കുന്നു, എന്നിട്ട് ഈ രാധയുടെ ശരീരം 100 മീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു ഈ എസ്റ്റേറ്റിൽ പതിയിരിക്കുന്ന കടുവ. അപ്പോൾ ഇത് ഒരു നരഭോജി കടുവയാണ് എന്ന ഒരു തീർപ്പിലേക്ക് ഈ വനംവകുപ്പ് എത്തിയിട്ടുണ്ടോ? അപ്പോൾ കടുവ അത് കർണാടകത്തിൽ പെടുന്നതാണോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഡേറ്റാബേസിലുള്ളതാണോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതൊരു മാൻ ഈറ്റർ ടൈഗറാണ് എന്ന നിഗമനത്തിലാണോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്? സ്വാഭാവികമായും മാൻ ഈറ്റർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലാനുള്ള ആ ഒരു ഉത്തരവ് ഇറങ്ങണമെങ്കിൽ സ്വാഭാവികമായും അത് മാൻ ഈറ്റർ പട്ടികയിലേക്ക് വരണം. ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വെടിവെച്ച് കൊല്ലുക എന്നുള്ള ആ ഒരു ദൗത്യം വനംവകുപ്പിന് മുമ്പാകെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 8:00 കൂടിയാണ് ഈ രാധയുടെ ഭർത്താവ് അച്ചപ്പൻ ഇവിടെ നിന്ന് മോട്ടോർ സൈക്കിളിലാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. അതായത് ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ആ ദൂരം, സംഭവം ഉണ്ടായ ദൂരം. അവിടെ പ്രിയദർശിനി എസ്റ്റേറ്റ് കടന്ന് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു കോളനി ഉണ്ട്. ആ കോളനിയും കടന്ന് ഒരു വീടുണ്ട്. ആ വീടിനോട് ചേർന്നാണ് ഈ തോട്ടമുള്ളത്. ഈ തോട്ടത്തിന്റെ തൊട്ട് താഴെ ഒരു കൊല്ലിയാണ്, അതായത് ചതുപ്പ് നിലമാണ്. ആ ചതുപ്പ് നിലത്ത് അവിടെ നിന്നാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയിരിക്കുന്നത്. വലിച്ചിഴച്ച് 150 മീറ്ററോളം അകലെയാണ് മൃതദേഹം കാണപ്പെടുന്നത്. ഛിന്നഭിന്നമായ നിലയിലാണ് മൃതദേഹം, അതായത് കടിച്ചു കുടഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും തല ഉൾപ്പെടെ വേർപെട്ട നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് എന്നുള്ളതാണ് അതിന് സാക്ഷികളായ ആളുകൾ പറയുന്നത്. അതിനുശേഷം നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിക്കുകയായിരുന്നു. തണ്ടർബോൾട്ട് സംഘമാണ് ഇത് കണ്ടെത്തുന്നത്. കാരണം ഇന്ന് ഇവിടെ മാവോയിസ്റ്റ് അഫക്റ്റഡ് മേഖലയാണിത്. ഈ തലപ്പുഴ, മക്കിമല, കമ്പമല എല്ലാം ഈ പ്രദേശത്തിന്റെ ഭാഗമായി കിടക്കുന്ന മേഖലയാണ്. ഇവിടെ മാവോയിസ്റ്റുകൾക്ക് വേണ്ടി കോമ്പിംഗ് നടത്തിയിരുന്ന തണ്ടർബോൾട്ട് സംഘമാണ് ആദ്യമായി ഇങ്ങനത്തെ ഒരു അസാധാരണമായ ഒരു സംഭവം കാണുന്നത്. അതായത് നിറയെ ചോര പുരണ്ട രീതിയിലായിരുന്നു ഇലകളും മറ്റും കണ്ടത്. ഒപ്പം തന്നെ വലിച്ചിഴച്ച പാടുകൾ, പഗ്മാർക്കുകൾ, അതെല്ലാം കണ്ടതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവം എന്ന് മനസ്സിലായതും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചതും വേഗം തന്നെ
തന്നെ മൃതദേഹം എത്തിച്ച് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തിച്ചു. അവിടെ മൃതദേഹം വെച്ചു. തുടർന്ന് പ്രതിഷേധമുണ്ടായി. പ്രതിഷേധം മന്ത്രി OR കേളു സ്ഥലത്തെത്തി. OR കേളു മന്ത്രിയെ തടയാൻ ഉൾപ്പെടെ നീക്കം, അത്തരത്തിലുള്ള ആ രീതിയിലേക്ക് പ്രതിഷേധം മാറുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. നാട്ടുകാരും ഒരു വിഭാഗം നാട്ടുകാരാണ് ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം നേരത്തെയും ഇത്തരത്തിൽ പരാതികൾ നിരവധി കൊടുത്താണ് വനം വകുപ്പിന്, എന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. ഇതേ തുടർന്ന് ആ പ്രതിഷേധത്തിനൊടുവിൽ ആണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇറങ്ങിയത്. സുർജിത്ത്, കണക്കുകൾ ശരിയാണോ എന്നറിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8 പേരാണ് വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിവരം. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയ പരിഭ്രാന്തിയിൽ കഴിയുന്ന സാഹചര്യമാണിത്. അപ്പോൾ നേരത്തെ മന്ത്രി വന്നപ്പോൾ പോലും നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ വനം വകുപ്പിന് നേരെയുള്ള പ്രതിഷേധം സ്ഥിരമാണ്. ഇപ്പോൾ മന്ത്രിക്കെതിരെയും പ്രതിഷേധിച്ചു. നാട്ടുകാർ ഈ ഘട്ടത്തിൽ പുലിയെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ ദൗത്യത്തിനോട് എത്രത്തോളം സഹകരിക്കുന്നുണ്ട്, എന്താണ് അവർ പറയുന്നത്? എന്തായാലും ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്, മറ്റ് പ്രശ്നങ്ങളില്ല. കാരണം നാട്ടുകാർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ ഇവിടേക്ക് എത്തും. അതോടുകൂടി ഈ ദൗത്യം വളരെ സജീവമായ രീതിയിൽ നടക്കും. പക്ഷേ കടുവ കൂട്ടിൽ കയറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം കാടിനകത്തേക്ക് കടുവ കയറിയാൽ സ്വാഭാവികമായും തിരിച്ച് അതിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ സങ്കീർണമായ ദൗത്യമാകും. തൊട്ടടുത്ത് ഈ ബന്ദിപ്പൂരിന്റെ നഗർഹോളയുടെയൊക്കെ തന്നെ വനമേഖലയാണ്, കർണാടക വനമേഖലയാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തിരുനെല്ലി ഭാഗമാണ്. കാര്യം കൂടി സുർജിത്ത്, അവിടെ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി മുഴുവൻ ഈ ദൗത്യത്തിന്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ നിലയുറപ്പിച്ച് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് ഈ നിരീക്ഷണം നടത്തുക എന്ന തീരുമാനമാണോ ഉള്ളത്? തീർച്ചയായും ഇവിടെ ഡോക്ടർ രാജേഷ് മോഹൻദാസ് എത്തിയിട്ടുണ്ട്. DFO ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നോർത്തേൺ CCF KS ദീപ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് വനംവകുപ്പ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തണ്ടർബോൾട്ട് സംഘവുമുണ്ട്. അങ്ങനെ ഒരു കേന്ദ്രീകരിച്ച ഒരു പരിശോധന തന്നെയാണ് നടന്നത്. ഏതായാലും അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്തിന് അവിടെ നിന്ന് മറ്റ് വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എടുക്കാനുണ്ട്. വനം വകുപ്പ് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ കടുവയെ നിരീക്ഷിക്കാനും കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മുഴുവൻ കടുവയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം നിലവിലെ സാഹചര്യത്തിലുണ്ട്. തുടക്കത്തിൽ നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തന്നെ 8 പേർ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് രാധ എന്ന സ്ത്രീ. രാധ പഞ്ചാരക്കൊല്ലിയിൽ അവിടെ കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറക്കുന്നതിനിടയിലാണ് മറഞ്ഞിരുന്ന കടുവ ചാടി വീണ് രാധയെ ആക്രമിച്ചത്. ഏതാണ്ട് 100-150 മീറ്ററോളം രാധയുടെ മൃതശരീരം ഇഴച്ചുകൊണ്ടുപോയി ഈ നരഭോജി കടുവ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 8:30 സംഭവം. നാട്ടുകാർക്ക് കനത്ത രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം, ആ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കടുവയെ പിടികൂടാനുള്ള കൂട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്ന് രാത്രിയും ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള നിരീക്ഷണവും മറ്റ് നടപടിക്രമങ്ങളും തുടരും എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വന്യജീവിയുടെ ആക്രമണ ഭീഷണിയിൽ നാട്ടുകാർ കഴിയുന്നു. വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒന്നെങ്കിൽ കടുവയുടെ രൂപത്തിൽ, അതല്ലെങ്കിൽ കാട്ടാനയുടെ രൂപത്തിൽ ഈ ആക്രമണ സാധ്യത കണ്ടുകൊണ്ട് ഭയചകിതരായി കഴിയേണ്ട സാഹചര്യം നാട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തൃശൂർ ചേലക്കര വെങ്ങാനെല്ലൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിലായിരിക്കുന്നു. PK ശശിധരനാണ് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായിരിക്കുന്നത്. പരാതിക്കാരൻ്റെ അപ്പൻ്റെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഫെയർ വാല്യൂ കുറച്ച് എമൗണ്ട് കൂടുതലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഫെയർ വാല്യൂവിൻ്റെ ശരിയായ റേറ്റിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ RDOയിൽ കൊടുത്തിരുന്നു. RDO അത് താലൂക്ക് ഓഫീസോട് വില്ലേജ് ഓഫീസിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അത് പരിശോധന നടത്തിയിട്ട് 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 6 മാസത്തോളമായി അദ്ദേഹം 4-5 മാസത്തോളമായി അദ്ദേഹം നടത്തുന്നു. ഇതിന് വേണ്ടി സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. സൂരജ്, എങ്ങനെയാണ് ഈ വില്ലേജ് ഓഫീസർ PK ശശിധരൻ ഈ കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത്?
ഗോപികൃഷ്ണൻ, ഈ ഫെയർ വാല്യൂ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പരാതിക്കാരൻ ഒരു പരാതി നൽകിയിരുന്നു. അതിൽ RD ഓഫീസിലാണ് ഈ പരാതി നൽകിയത്. പക്ഷേ ഈ സ്ഥല സന്ദർശനം നടത്തുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി 10,000 രൂപ കൈക്കൂലിയാണ് വില്ലേജ് ഓഫീസറായിട്ടുള്ള PK ശശിധരൻ ഈ പരാതിക്കാരനിൽ നിന്ന് ആവശ്യപ്പെട്ടത്. തുടർന്ന് ഈ വിജിലൻസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം ഈ പരാതിക്കാരൻ കൈമാറുകയായിരുന്നു. 5,000 രൂപ ഈ സ്ഥലം സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ആദ്യ ഗഡുവായി നൽകണമെന്നും പിന്നീട് സ്ഥലം സന്ദർശിച്ച് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ബാക്കി 5,000 രൂപ നൽകണമെന്നുമാണ് ഈ പരാതിക്കാരനോട് ഈ വില്ലേജ് ഓഫീസർ പറഞ്ഞിരുന്നത്. പിന്നീട് വിജിലൻസിന് ഈ വിവരം കൈമാറുകയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിജിലൻസ് ഈ ഫിനോഫ്തലിൻ പുരട്ടി 5,000 രൂപയുടെ നോട്ട് ഈ പരാതിക്കാരന് കൈമാറുകയുമായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി പണം കൈമാറുന്ന സമയത്താണ് ഈ PK ശശിധരൻ എന്ന വില്ലേജ് ഓഫീസർ പിടിയിലാകുന്നത്. ഈ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ച് നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിൽ നിന്ന് നമുക്കടക്കം ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ ഇപ്പോൾ ഈ വിജിലൻസിന്റെ പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസിന്റെ തൃശൂർ യൂണിറ്റാണ് നിലവിൽ ഈ വില്ലേജ് ഓഫീസറെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗോപികൃഷ്ണൻ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായിരിക്കുന്നു. തൃശൂർ ചേലക്കര വെങ്ങാനല്ലൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് PK ശശിധരൻ പിടിയിലായിരിക്കുന്നത്. പൊതുജനം കഴുതയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വന്യജീവി ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തെ നാട്ടുകാരെക്കുറിച്ചാണ്, ആളുകളെക്കുറിച്ചാണ്. ഇപ്പോൾ വയനാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ചിലർ ചോദിക്കുന്നു, വിശ്വം ചോദിക്കുന്നു, വയനാട് MP എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ദിലീപ് PC-യുടെ ഒരു നിർദ്ദേശമല്ല, ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലാണ് ആന ആക്രമണത്തിൽ ഏറ്റവും അധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പരിക്കേറ്റവർ നിരവധിയാണ്. ആരോട് പറയാൻ ഇതൊക്കെ എന്ന് പറയുന്നു. ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞ് എത്ര നാൾ കാത്തിരിക്കണം എന്ന ഒരു സന്ദേശം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ദേവി പറയുന്നു, വീടിനടുത്ത് വനമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് മയിലും മറ്റും വരാറുണ്ട് വീട്ടിലേക്ക് എന്ന് പറയുന്നു. പിന്നെ പലരും ഇങ്ങനെ വയനാടിൻ്റെ MP എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. വയനാട്ടിലെ MP മാത്രമല്ല, ഇവിടെ ഒരു വനം മന്ത്രിയും ഉണ്ടല്ലോ, എവിടെ എന്ന് മറു ചോദ്യവും ഈ സന്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വന്യജീവി ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുരിതത്തെക്കുറിച്ച്, അവരുടെ ഭീതിയെക്കുറിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി കേരളത്തിൽ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിരപ്പള്ളിയിൽ നടന്ന സംഭവം മറ്റൊരു തരത്തിൽ. ഇപ്പോൾ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയ സംഭവത്തിൽ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരിക്കുകയാണ്. മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്നും ആൻറ്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് വിട്ടു. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ആനയുടെ ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് 24ന്റെ ക്യാമറയിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കാണാൻ കഴിഞ്ഞത്. ആദ്യം 24 അത് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും തുടർന്ന് ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. രാവിലെ പ്രേക്ഷകർ ആദ്യമായി ഈ മുറിവേറ്റ ആനയെ പിന്നെ കാണുന്നത് 24ന്റെ ക്യാമറയിലാണ്. ഇപ്പോൾ ആനയ്ക്ക് ചികിത്സ നൽകി വിട്ടയച്ചിരിക്കുന്നു. റിപ്പോർട്ട് കാണാം. ഈ മാസം 12-നാണ് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24ന്റെ ക്യാമറ കണ്ണിൽ പതിയുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആനയുടെ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതോടെയാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘത്തെ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഈ മുറിവേറ്റ കാട്ടാന കാട്ടിലാണ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ആന നാട്ടിൽ തന്നെ ഉണ്ടെന്ന നിർണായക ദൃശ്യങ്ങൾ ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 2 ദിവസമായി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ഈ ആന ഉണ്ടായിരുന്നില്ല. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി ബുധനാഴ്ചയാണ് ദൗത്യം ആരംഭിച്ചത്. എന്നാൽ പടക്കം പൊട്ടിച്ചതോടെ ഉച്ചയോടെ കാട്ടാന ഉൾവനത്തിലേക്ക് വലിഞ്ഞു. 1.5 ദിവസമായി വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6:30-ന് ആനയുടെ നിർണായക ദൃശ്യങ്ങൾ 24ന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞു. 6:50-ന് മുറിവേറ്റ ആന തന്നെയാണിതെന്ന് 24 സംഘം സ്ഥിരീകരിച്ചു. പിന്നാലെ വിവരം വനം വകുപ്പിന് കൈമാറി. 2 കാട്ടാനകൾ ആ കാട്ടാനയെ അനുഗമിക്കുന്നുണ്ട്. നമ്മുടെ പരിക്കേറ്റ കാട്ടാനയെ അനുഗമിക്കുന്നുണ്ട്. 4 ആനകളൊപ്പമുണ്ട് എന്ന് കരുതുന്നു. 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14-ൽ നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് മാറി. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലേക്ക് എത്തി. ആനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ വെച്ച മയക്കുവെടിവെച്ചു.
2 തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. പിന്നാലെ ആനയെ വടം വച്ചു ബന്ധിച്ച ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഏണിയിൽ കയറി നിന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. വുണ്ട് കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്തു, ആൻറ്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഒരു ട്രൈപോഡ് വെച്ച് നമ്മൾ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഹൈലി റിസ്കി. ആനകൾ ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മസ്തകത്തിലേതെന്ന അരുൺ സക്രിയ. മുറിവ് ആഴമേറിയതും ഉണങ്ങാത്ത നിലയിലുമായിരുന്നു. എൻ്റെ മസ്തകത്തിന് മുകളിലാണ് വൂണ്ടുള്ളത്. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലേസൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന DFO R ലക്ഷ്മി. എന്തായാലും ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിടക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടി. നമുക്കതുകൊണ്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റി. എല്ലാവിധ സഹകരണങ്ങളും തന്നതിന് നന്ദി. മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു. നാടിന്റെ നീതി നടപ്പായി. മസ്തകത്തിൽ മുറിവേറ്റ് വേദനയുമായെത്തിയ കാട്ടുകൊമ്പന ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകി. അധികം വൈകാതെ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് ആന മടങ്ങിയെത്തുമെന്നതാണ് പ്രതീക്ഷ. അതിരപ്പള്ളിയിൽ നിന്നും സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. സൂരജ് സജി തയ്യാറാക്കിയ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ബി ഉണ്ണികൃഷ്ണൻ അല്പം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങളിലേക്കാണ്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. ഇപ്പോഴും ഷാഫിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് സംവിധായകൻ മാധ്യമങ്ങൾ അറിയിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണെന്നും ശസ്ത്രക്രിയ നടത്തിയെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 16-ാം തീയതിയാണ് ഷാഫിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലാക്കിയത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തി പോരുന്നത്. 16-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി ബി ഉണ്ണികൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത്. അത് കാണും. അദ്ദേഹത്തിന് സാധ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഫലപ്രദമെന്ന് കരുതപ്പെടുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ട്. അത് ഫലമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വെന്റിലേറ്റർ സപ്പോർട്ടിൽ തുടരുകയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടി വരും. അതൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതാണ്. അദ്ദേഹത്തിന് ഒരു സർജറി നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരും. മറ്റ് സപ്പോർട്ടുകളും അദ്ദേഹത്തിനുണ്ട്. മാറ്റമില്ലാതെ തുടരുകയാണ്. നമുക്ക് ഡ്രാസ്റ്റിക്കായിട്ട് എന്തെങ്കിലും പറയാനുള്ളൊരു ഘട്ടമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാണ്. അത് മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, ബി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു, ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നാണ്. പക്ഷേ വെന്റിലേറ്റർ വേണ്ടി വരുന്നത് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഷാഫി അതിനുശേഷം വെന്റിലേറ്ററിൽ കഴിയുന്നു. അത് ഒഴിവാക്കാൻ പറ്റാത്ത നിലയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റെന്തെല്ലാം വിവരങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ നൽകിയിട്ടുണ്ട്? ഷാഫിയുടെ ആരോഗ്യനില സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ബി ഉണ്ണികൃഷ്ണൻ ഷാഫിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി തന്നെ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആരോഗ്യനിലയിൽ മാറ്റമൊന്നുമില്ല, ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആരോഗ്യസ്ഥിതി തുടരുന്നത്. അതിനിടയിൽ തലച്ചോറിലുണ്ടായ രക്തസ്രാവവുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് തുടരുന്നത്. ആരോഗ്യനിലയിൽ മറ്റു പുരോഗതികളില്ല. നേരത്തെ ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. മറ്റ് മെഡിക്കൽ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലനിർത്തുന്നതിന് വേണ്ടി നൽകുന്നുണ്ട്. എല്ലാവരും പോസിറ്റീവായി തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരായ തങ്ങളുടെയും പ്രതീക്ഷ എന്നുള്ളതാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷം അറിയിക്കാമെന്നുള്ളതാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത്. സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും അടക്കം ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പം തുടരുന്നുമുണ്ട്.
ശരി ശ്യാം, സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും ഷാഫി ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സാധാരണ നിലയിലാകട്ടെ, വേഗം സുഖം പ്രാപിച്ച് തിരികെ വരാൻ കഴിയട്ടെ എന്ന ശുഭപ്രതീക്ഷയിൽ നമുക്കും ഇരിക്കാം. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അത് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ടാണ് അത്. പക്ഷേ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. മറ്റു വാർത്തകൾ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്നൊരു ചോദ്യം ശ്രീരാജ് കാലിക്കറ്റ് ഒഫീഷ്യൽ എന്ന ഐഡിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ ശ്രീരാജ് ഉറപ്പായും ഉൾപ്പെടുത്തും. ഇപ്പോൾ പുതുതായി വന്ന 2-3 വാർത്തകളാണ് നമ്മൾ എടുത്തത്. മാത്രമല്ല, പൊതുജനം കഴുതിയില്ല സർ എന്ന ഒരു പരിപാടിയുടെ ക്യാരക്ടറിൽ പെടുന്ന വാർത്തകളാണ് ഈ 3/4 മണിക്കൂർ നമ്മൾ കൂടുതലായും എടുക്കുന്നത്. മറ്റു വാർത്തകൾ ശ്രീരാജിന് 24 നിന്ന് തന്നെ അറിയാൻ കഴിയും. ആനയ്ക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് പരാതി പറയുമായിരുന്നു എന്ന് നിഷ ഒരല്പം പരിഹാസം കലർത്തി പറഞ്ഞിട്ടുണ്ട്. ആന വന്യജീവികൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നിഷയ്ക്ക് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ എന്ത് വേണം, എങ്ങനെയാണ് നാട്ടുകാരുടെ ജീവനും അതോടൊപ്പം തന്നെ അവരുടെ ജീവനും ഒക്കെ സുരക്ഷിതമായി പറ്റുന്ന തരത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം, മാറ്റങ്ങൾ വേണം എന്ന കാര്യം കൂടി ചർച്ചയിൽ കൊണ്ടുവരേണ്ടതാണ്. സുജാത എസ് പറയുന്നു ഷാഫിയുടെ കാര്യത്തിൽ വേഗം സുഖം പ്രാപിക്കട്ടെ. സുജാത, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. വിമല നന്ദകുമാരി പറയുന്നു കേന്ദ്ര ഏജൻസികൾ വന്നാൽ മൂക്കിൽ വലിച്ചുകളയും എന്ന് പറഞ്ഞു തുടങ്ങിയ സ്വർണ്ണക്കടത്ത് കേസ് എന്തായി, ലാവ്ലിൻ കേസ് എന്തായി? വിമല നന്ദകുമാരി എന്ന ഐഡിയിൽ നിന്ന് വന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം, ആ കേസുകളൊക്കെ എന്തായി എന്ന് നമുക്ക് പരിശോധിക്കാം. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ അറിയിക്കുകയും ചെയ്യാം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കണ്ണൂരിൽ മരിച്ചു എന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റവേ ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ചികിത്സയിലായിരുന്ന വയോധികൻ ആശുപത്രി വിട്ടു. ഇതൊരു നല്ല വാർത്തയായി വരുന്നു. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനാണ് ആശുപത്രി വിട്ടത്. മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ അറ്റൻഡറാണ് അദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു 15 മിനിറ്റ് മാത്രം പേഷ്യൻ്റ് ബാക്കി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇവർ വിചാരിച്ചു അത്ര ബാക്കി ഉണ്ടാവും. അപ്പോൾ ബൈസ്റ്റാൻഡർ വിചാരിച്ചു പേഷ്യൻ്റ് ഡെത്തായിന്ന്. അപ്പോൾ അതെല്ലാവരും വിളിച്ച് പറഞ്ഞു. അപ്പോൾ വെന്റിലേറ്ററിന് മാറ്റിയിട്ട് പേഷ്യൻ്റ് നമുക്ക് 3 മണിക്കൂർ മംഗലാപുരത്ത് കണ്ണൂർ എത്തണ്ടേ. അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു അവർ പറഞ്ഞു മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതാണ്. അവർ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടേ ഇല്ല. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സജോ ദേവസ്യ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉണ്ട്. സജോ, ഇദ്ദേഹത്തെ മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ അവിടെ ചികിത്സയ്ക്ക് പെട്ടെന്ന് പണമില്ലാതെ വരുന്നു, അവർ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു, മരണം ഏത് നിമിഷവും സംഭവിച്ചേക്കാമെന്ന് പറയുന്നു. പിന്നീട് ആൾക്ക് അനക്കമില്ലാതെ പോകുന്നു, മരിച്ചു എന്ന് കരുതുന്നു. പിന്നീട് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയാണ് വീണ്ടും ഈ പൾസ് ഉണ്ട് എന്ന് അറിയുന്നതും അതിനുശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നതും ഒരു വലിയ അത്ഭുതം പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു വാർത്തയാണ് സജോ ഇത്. എന്താണ് വിവരങ്ങൾ? നാടകീയതകൾ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രായാധിക്യത്തിന്റെ പ്രശ്നം, ശ്വാസകോശ സംബന്ധമായ അസുഖം, അങ്ങനെ പലവിധ അസുഖങ്ങൾ കൊണ്ട് കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രൻ ബംഗളൂരുവിലെ ഹെഗ്ഡെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് പലവിധ കാരണങ്ങൾ കൊണ്ട് വെന്റിലേറ്ററിൽ നിന്ന് നീക്കി പിന്നീട് ആംബുലൻസിൽ കണ്ണൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹം മരിച്ചു എന്ന് ബന്ധുക്കൾ കരുതി. പിന്നീട് ആളുകളെയൊക്കെ വിവരം അറിയിച്ചു. അതിനുശേഷം ഒരു മോർച്ചറി സൗകര്യം ആവശ്യമായിരുന്നു. അങ്ങനെ ജനപ്രതിനിധികളെയൊക്കെ ബന്ധപ്പെട്ട് കണ്ണൂർ AKG ആശുപത്രിയിലെ മോർച്ചറി സൗകര്യം തേടി. അങ്ങനെ കണ്ണൂരിൽ ആംബുലൻസിന് എത്തിച്ചു. തുടർന്ന് മോർച്ചറിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. മോർച്ചറിയിലേക്ക് മാറ്റി. അതിനിടെ അവിടെ സേവനം ചെയ്തിരുന്ന അറ്റൻഡറാണ് പൾസ് ഉണ്ട്, ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത്. പിന്നാലെ തന്നെ അവർ വളരെ വേഗത്തിൽ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് അവർ ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സംസ്കാര വിവരങ്ങളും ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സജോയുടെ റിപ്പോർട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. വസുദേവൻ താഴെ വീട്ടിലെ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത് ഇന്നലെ ആന, ഇന്ന് കടുവ, 24-ന് കുശാൽ ന്യൂസ് എന്നാണ്. വസുദേവൻ ഇങ്ങനെ ഹൃദയശൂന്യമായി കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കരുത്. കടുവ ആക്രമിച്ച് ഒരു സ്ത്രീ മരിച്ച സാഹചര്യവും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കാട്ടാനകൾ ഇറങ്ങി വരുന്ന സാഹചര്യവും ഒന്നും സന്തോഷത്തോടു കൂടിയല്ല 24 വാർത്തയായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. നമ്മളെല്ലാം ഈ ദുരിതം നേരിടുന്ന, ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ സ്ഥാനത്ത് സങ്കല്പിക്കുമ്പോഴാണ് ഇത് എത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണെന്ന് നമുക്ക് ബോധ്യമാവുക. ഒരുപക്ഷെ നഗരങ്ങളിൽ ജീവിക്കുന്നവർ, കുറെ കൂടി സുരക്ഷിതരായി കഴിയുന്നവർക്ക് ഇതിൻ്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് വസുദേവൻ താഴെ വീട്ടിൽ താങ്കൾ മനസ്സിലാക്കേണ്ടത് സന്തോഷത്തോടു കൂടി സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളല്ല ഇത് എന്നാണ്.
പിന്നെ എന്തായി റേഷൻ കട സമരം എന്നു മുതലാണ് കഞ്ഞുകൂടി മുട്ടിക്കുമെന്ന് ജോസ്വിൻ ജോസഫ് സ്ഥിരമായി സന്ദേശങ്ങൾ അയക്കുന്ന ജോസ്വിൻ ചോദിക്കുന്നു. ജോസ്വിൻ, ഇക്കുറിയും അല്ലെങ്കിൽ ഇന്നും റേഷൻ കടയുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്, അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വ്യാപാരികളുമായി നടത്തിയ ചർച്ച ഇന്നും അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഈ തിങ്കളാഴ്ച മുതൽ അവർ സമരത്തിലേക്ക് കടക്കുകയാണ്. സർക്കാർ അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണെന്ന കാര്യത്തിൽ ജോസ്വിൻ താങ്കളെപ്പോലെ തന്നെ എനിക്കും ഒരു സംശയവുമില്ല. ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. റേഷൻ കട വ്യാപാരികളുമായി ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. തിങ്കളാഴ്ച മുതൽ കടകൾ അടച്ചുള്ള അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ സംയുക്ത സമരസമിതി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കാൻ കഴിയില്ല എന്ന് ധനമന്ത്രി നിലപാടെടുത്തതായി വ്യാപാരികൾ അറിയിച്ചു. ആ റിപ്പോർട്ട് നമുക്ക് ആദ്യം കാണാം. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ റേഷൻ മേഖല മുന്നോട്ടു പോകുന്നത്. വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ ഇതിനോടകം സമരത്തിലാണ്. അതിനിടയിലാണ് റേഷൻ കട വ്യാപാരികളും സമരപ്രഖ്യാപനം നടത്തിയത്. റേഷൻ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. വേതനം മാസങ്ങളായി മുടങ്ങിയതോടെ സമരം പ്രഖ്യാപിച്ചു. പ്രശ്നപരിഹാരത്തിന് ആദ്യം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇന്ന് ധനമന്ത്രി KN ബാലഗോപാലും ഭക്ഷ്യമന്ത്രി GR അനിലും ഓൺലൈനായി യോഗം വിളിച്ചു. വേതന പാക്കേജ് ഉടൻ നടപ്പാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കഴിയില്ലെന്ന് ധനമന്ത്രി നിലപാടെടുത്തതോടെ 1 മണിക്കൂർ നീണ്ട ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഇത് റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചോളം വേദനാജനകമാണ്. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഒരേ ഒരു ആവശ്യമാണ് ഉദ്ദേശിച്ചത്. ഈ 2018 വ്യാപാരികൾക്ക് നൽകിയ വേതന പാക്കേജ് ഒന്ന് പുനഃപരിശോധിക്കണം. ഇത്ര കാര്യം പറഞ്ഞു. അത് എത്രയെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഇന്ന് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് നൽകുന്നൊരു വേതനമെങ്കിലും ലഭിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 30,000 രൂപ 30 ക്വിൻ്റൽ കൈകാര്യം വ്യാപാരിക്ക് ലഭിക്കണം. അതിന് പരിധികളുണ്ടാവരുത്. ഇതാണ് ഞങ്ങൾ ആവശ്യം. റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാർ തരുന്ന വേതനത്തിൽ നിന്നും കടവാടകയും സെയിൽസ്മാന്റെ ശമ്പളവും മറ്റു ലൈസൻസ് ഫീസും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇത് ഗവൺമെന്റ് മനസ്സിലാക്കണം. മുൻ നിശ്ചയിച്ചത് പ്രകാരം തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടഞ്ഞുകിടക്കും. ചെയ്ത ജോലിയുടെ കൂലി വാങ്ങാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമാണ് ഈ സമരം. അവരെയും കുറ്റം പറയാനാകില്ല. ഈ മാസത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയുള്ള സമരം പൊതുജനങ്ങളെയും ബാധിക്കും. സമരത്തിന് മുന്നേ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങണമെന്ന് പൊതുജനങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഗത്യന്തരമില്ലാതെയാണ് സമരമുഖത്തേക്ക് കടക്കേണ്ടി വരുന്നത് എന്നതാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. വേതനത്തിൽ വർധനവ് വേണം എന്നത് ഒരു ന്യായമായ ആവശ്യമായി അവർ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൻഷന്റെ കാര്യത്തിൽ, ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അവരുടെ ആവശ്യം അംഗീകരിക്കുകയും, എന്നാൽ വേതനം നിലവിലെ സാമ്പത്തിക ദുസ്ഥിതി കണക്കാക്കിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയുമായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ കിടക്കുന്നതും ഈ സമരത്തിലേക്ക് പോകാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സാഹചര്യം എന്തായാലും അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് സാധാരണക്കാരായ ആളുകളാണ്, അവരുടെ ലൈവ്ലിഹുഡിനെയാണ്, അവരുടെ ജീവിതവൃത്തിയാണ്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ആരായുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി തന്നെ നിൽക്കുന്നു. ഈ വിഷയത്തിൽ റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ജോണി നെല്ലൂരിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ഈ വിഷയത്തിൽ നോക്കാം. ആളുകൾ ഒരുപാട് പേർ ഈ റേഷൻ കടകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. ജോണി നെല്ലൂരിൻ്റെ പ്രതികരണം കാണാം. റേഷൻ വ്യാപാരികളുടെ സമരം തീർക്കണം അല്ലെങ്കിൽ തീരണം എന്ന് യാതൊരു ആത്മാർത്ഥയുമില്ലാത്ത ധനകാര്യമന്ത്രിയുടെ നിലപാടിനോട് കടുത്ത പ്രതിഷേധമാണ് ഉള്ളത്. ഭക്ഷ്യമന്ത്രിയുടെ നിസ്സഹായാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇന്നും ആവർത്തിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് പുതിയതായി ഒന്നും പറയുവാനില്ല. 1 വർഷത്തിലേറെയായി നിരന്തരം സമരത്തിൻ്റെ പാതയിൽ. ഈ വേതന പാക്കേജ് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ, ആ കാര്യത്തിൽ വ്യക്തമായ ഒരു ഉറപ്പ് രേഖാമൂലം കിട്ടാതെ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നും പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി സമരസമിതിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയുണ്ടായി. നമുക്ക് ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിന്റെ വില കുതിച്ചുവരികയാണെന്ന് കണ്ടല്ലോ. ഇനിയിപ്പോൾ പൊതുജനം കഴുതിയ ലസർ എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു.